നമസ്കാരം. AICC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഇന്ന് നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ NCA അതിൻ്റെ 10 ക്വസ്റ്റ്യൻസ് മാത്സ് ക്വസ്റ്റ്യൻ 10 ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയാലോ ഒന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 100-നും 200-നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക. അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യം. 100-നും 200-നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ചെയ്യാൻ പറ്റുന്ന ഒരു വഴി, നിങ്ങൾക്ക് 100-നും 200-നും ഇടയ്ക്കുള്ള എല്ലാ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ തുകയും കണ്ടുപിടിക്കാം. തമ്മിലുള്ള വ്യത്യാസം എടുക്കാം. വഴിയെ പറഞ്ഞുതരാം. 100-നും 200-നും ഇടയിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ 101 തൊട്ട് തുടങ്ങും. 101 അധികം 102 അധികം 103 അധികം അങ്ങനെ പോയി 199 വരെ. ഇതൊരു AP ആണ്. AP-യിലെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. n/2 ആദ്യ പദം പ്ലസ് അവസാന പദം. n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം. 101 തൊട്ട് 199 വരെ എത്ര സംഖ്യകളുണ്ട്? 99 സംഖ്യകളില്ലേ? ഇല്ലേ? 101 തൊട്ട് 199 വരെ, 101 തൊട്ട് 200 വരെ 100 എണ്ണം ഉള്ളത്. അപ്പം 199 വരെ അപ്പം 99 സംഖ്യകളുണ്ട്. അപ്പൊ 99/2 ഇൻറ്റു ആദ്യ പദം 101, അവസാന പദം 199. അപ്പൊ 99/2 ഇൻറ്റു ഈ ഒരെണ്ണം അപ്പുറത്ത് കൊടുക്കുക. 200 പ്ലസ് 100 300 വരും. രണ്ടും 100 300 കൂടെ കട്ട് ചെയ്ത് പോയി 150 എന്ന് വരും. അപ്പൊ 99 ഇൻറ്റു 109 99 ഇൻറ്റു 15 അടി 95 45 4 95 45 4 49 ഓരമ്പത് 9 ഓരമ്പത് 9 5 9 9 18 1 14 14. അപ്പൊ നമുക്ക് 14 8 5 0 14850 കിട്ടും. 14850 14850 കറക്റ്റ് തന്നെയല്ലേ? ഇതെല്ലാം 13000 ആണല്ലോ. ആയിരിക്കും. ഇപ്പൊ 14850. ഇനി അടുത്തത്, ഇപ്പൊ നമുക്ക് എന്തോ കിട്ടിയേക്കുന്നത്? 100-നും 200-നും ഇടയിലുള്ള എല്ലാ സംഖ്യകളുടെ തുകയാണ് കിട്ടിയേക്കുന്നത്. പക്ഷെ ഇതല്ല നമുക്ക് ആവശ്യം. പിന്നെ എന്തോ നമുക്ക് ആവശ്യം? ഇതിനിടയ്ക്കുള്ള 9 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളുടെ തുകയാണ്. അപ്പൊ ഇതിനിടയ്ക്കുള്ള 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ നമ്മൾ മാറ്റണം. മനസ്സിലായോ? 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ തുക അങ്ങ് മാറ്റിയാൽ മതി. അപ്പൊ അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേജിലോട്ട് കടക്കാൻ പോവാം. നിങ്ങൾ ആലോചിക്കണം, 100 കഴിഞ്ഞിട്ട് ആരാ 9ന്റെ മൾട്ടിപ്പിൾ വരുന്നത്? അപ്പൊ അത് കണ്ടെത്താൻ എളുപ്പമാണ്. നമ്മൾ 100-നെ 9 കൊണ്ട് ഹരിക്കുക. 100-നെ 9 കൊണ്ട് ഹരിക്കാൻ നേരത്ത് 9 9 1 0 9 1. ഈ 100-നെ 9ന്റെ കൊണ്ട് ഹരിക്കാൻ ഒക്കത്തില്ല, കാരണം അധികം നിൽക്കുക ശിഷ്ടം. അതെടുത്ത് കളഞ്ഞാൽ ഹരിക്കാൻ പറ്റും. ഈ 100-ൽ നിന്ന് 1 എടുത്ത് കളഞ്ഞാൽ ഹരിക്കാൻ പറ്റും. ഇപ്പൊ 100-നകത്തൊന്ന് 1 കളഞ്ഞാൽ അത് എത്ര? 99. പക്ഷെ 99 ഒരു 9ന്റെ ഗുണിതമാണ്. നമുക്കറിയാം 99 ഒരു 9ന്റെ ഗുണിതമാണ്. പക്ഷെ 99 നമുക്ക് എടുക്കാൻ ഒക്കത്തില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 100-നും 200-നും ഇടയ്ക്കല്ല. അപ്പൊ 99 കഴിഞ്ഞിട്ടുള്ള അടുത്ത 9ന്റെ ഗുണിതം 9ന്റെ ഗുണിതമല്ല 9 കൂടിയേ നിൽക്കത്തുള്ളൂ. 9 18 27 36 നോക്കിക്കോ. അപ്പൊ 99 കഴിഞ്ഞിട്ടുള്ള അടുത്ത 9ന്റെ ഗുണിതം ആരായിരിക്കും? അപ്പം 99 പ്ലസ് 9 108 ആയിരിക്കും. അപ്പൊ ആദ്യ സംഖ്യ 108. അടുത്ത സംഖ്യ ആരാ? 9ന്റെ ഗുണിതമാണ് അടുത്ത സംഖ്യ. 9 കൂട്ടിയാൽ മതി, 117. വീണ്ടും 126. ഇങ്ങനെ പോയി ലാസ്റ്റ് കണ്ടെത്താൻ നിങ്ങൾ 200-നെ 9 കൊണ്ട് ഹരിക്കുക. 9 2 18 2 0 9 2 18 2 ശിഷ്ടം. ഈ 2 എടുത്താൽ കളഞ്ഞാൽ മതി. 200-ൽ നിന്ന് 2 പോയാൽ 198. ഓക്കെ, ഇത്രയും സംഖ്യകളെ ഒഴിവാക്കി കളഞ്ഞാൽ മതി. ഇത്രയും സംഖ്യകളുടെ തുക. ഇതിനകത്ത് 101 തൊട്ട് 199 വരെയുള്ള കംപ്ലീറ്റ് എണ്ണൽ സംഖ്യയുണ്ട്. പക്ഷെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യ മതി. അപ്പൊ 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ ഇത്ര എണ്ണത്തിന്റെ തുക കണ്ടുപിടിച്ചാൽ ഒഴിവാക്കിയാൽ പോരെ ഇതിനകത്ത് നിന്ന്. അപ്പൊ 108 തൊട്ട് 198 വരെ ഉള്ള 9ന്റെ ഗുണിതങ്ങളുടെ തുക കണ്ടുപിടിക്കണം. ഓക്കെ, അത് വലുതായിട്ടൊന്നുമില്ല, 10 എണ്ണേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി കൂട്ടാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AP-യുടെ ഇക്വേഷൻ ഉപയോഗിക്കാം. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ n നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇവിടുത്തെ n നമുക്ക് തൽക്കാലം ഇപ്പൊ അറിഞ്ഞൂടെ. നേരത്തെ തന്നെ തൊട്ട് കോമൺ സെൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. നേരത്തെ നമുക്ക് 101 തൊട്ട് 199 വരെ n എന്ന് പറഞ്ഞാൽ 99 പറയാമായിരുന്നു. പക്ഷെ ഇവിടെ പറയാൻ ഒക്കത്തില്ല. അപ്പൊ n കണ്ടെത്താൻ നിങ്ങൾ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അവസാന പദം ആരാ?
198. ആദ്യപദം ആരാ? 108. പൊതുവ്യത്യാസം എത്ര വെച്ചാൽ കൂടി പോന്നെ? 9 + 1. എന്താണോ കൂട്ടി പോന്നെ അതാ പൊതുവ്യത്യാസം ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 198 108 പോട്ടെ, 90 വരും. 90/9 + 1. 90/9 എത്ര? 10. 10 + 1 11 ഉണ്ട്. 11 ഉണ്ട് അല്ലേ? 198 108 പോട്ടെ, കറക്റ്റ് തന്നെ അല്ലയോ നോക്ക്. 8 0 9 0/9. ഓക്കെ, ബൈ പൊതുവ്യത്യാസം 9 + 1. 90/9 10. 10 + 1 11 11 സംഖ്യകളുണ്ട്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഇതിനകത്തോട്ട് തുക ഇട്ട് കൊടുത്താൽ മതി. n എന്ന് പറഞ്ഞാൽ 11/2. ആദ്യ പദം 108, അവസാന പദം 198. അപ്പൊ 11/2 ഇൻറ്റു 198ഉം 108 കൂടെ ആഡ് ചെയ്തോ. 8 8 16, 1 9 1 10 1 306. ഈ 2 306 കൂടെ കട്ടി 153. ഇനി 11 × 153 അടിക്കുക. 153 × 11. 1 3 3 1 5 5 1 1 1 3 3 1 5 5 1 1 3 8 6 1 1683. ഓക്കെ, അപ്പൊ നമ്മൾ എന്തുവാ രണ്ട് കാര്യങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ? ഒന്ന്, 100 നും 200 ഇടയിലുള്ള എല്ലാ എണ്ണൽ സംഖ്യകളുടെ തുക. 2, ഇതിനിടയ്ക്കുള്ള 9ന്റെ ഗുണിതങ്ങളുടെ തുക. അപ്പൊ എല്ലാ സംഖ്യകളിൽ നിന്ന് 9ന്റെ ഗുണിതങ്ങളുടെ തുക മാറ്റിക്കഴിഞ്ഞാൽ 9ന്റെ ഗുണിതങ്ങളല്ലാത്ത 9 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളുടെ തുക കിട്ടത്തില്ലേ? ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ പോരെ. ഓക്കെ, മൊത്തം 14,850. അത് ഈ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ തുക 1683. അത് കളഞ്ഞ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക കിട്ടത്തില്ലേ? 10 ന് 3 7, 7 അവസാനിക്കുന്ന ഒന്നിലധികം ഉണ്ട്. 8 6 14, 7 6 1, 4 1 3 1 13 167 ഉണ്ട്. ഓപ്ഷൻ ഡി ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഒരു വൃത്തത്തിന്റെ വൃത്തപരിധി ചുറ്റളവും പരപ്പളവ് അഥവാ ഏരിയയും തുല്യമായാൽ വ്യാസം എത്ര? ഒരു വൃത്തത്തിന്റെ വൃത്തപരിധി എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2πr. ഓക്കെ, അതും പരപ്പളവും തുല്യം. പരപ്പളവ് എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ പരപ്പളവ് ഏരിയ πr². ഇത് തുല്യമാണെന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി ഇതിനകത്ത് സോൾവ് ചെയ്താൽ പോരെ. ഈ പൈയും ഈ പൈയുടെ കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് 2r = r² എന്ന് കിട്ടും. ഇവിടെ ഒരു r ഉണ്ട്, ഇവിടെ r² r ഉണ്ട്, കട്ട് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് സൈഡ് 2, റൈറ്റ് സൈഡിൽ 6 കട്ട് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? ഒരു r² ഉണ്ട്, r × r. അപ്പം ഒരു r എന്ന് കിട്ടും. r² r ആരും ഈ ഒരു r കൂടെ കട്ട് ചെയ്ത് കഴിയപ്പം റൈറ്റ് സൈഡിൽ 6 കാണും, ഇവിടെ 2 മാത്രം കാണും. അപ്പൊ റേഡിയസ് 2 എന്ന് വരും. r = 2. അപ്പൊ റേഡിയസ് 2 ആണെങ്കിൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2r. ഡയമീറ്റർ വ്യാസം എത്ര എന്നാ ചോദ്യം. അപ്പൊ 2 × r 2 × 2 4 എന്ന് കിട്ടും, 4 യൂണിറ്റ്. അപ്പൊ വ്യാസം 4 യൂണിറ്റ് എന്ന് കിട്ടും. ഒരു ക്ലോക്കിലെ മിനിറ്റ് 5 സെന്റിമീറ്റർ നീളമുണ്ട്. മിനിറ്റ് സൂചിക്ക് 5 സെന്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിന്റെ പരപ്പളവ് എത്ര? അപ്പൊ ഇതൊരു ക്ലോക്ക് ആണെന്ന് വിചാരിക്കുക. ഇത് 12, ഇത് 6, ഇത് 9, ഇത് 10, സോറി ഇത് 3 അല്ലേ, ഇത് 3, ഇത് 10, ഇത് 11, 1 2 4 5 7 8. 6:05 എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 6:05 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചിക്ക് ഇവിടെ പ്രസക്തി ഇല്ല. 6:05 മിനിറ്റ് സൂചിയെ നോക്കിയാൽ മതി. 6:05 ഇവിടം തൊട്ട് തുടങ്ങും. 6:05 മുതൽ 6:40 വരെ അത് സഞ്ചരിച്ച അതാ മിനിറ്റ് സൂചി സഞ്ചരിച്ചത്. 6:40 ആവുമ്പം ഇവിടെ എത്തണം. ഓക്കെ, മണിക്കൂർ സൂചി ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. അത് നമുക്ക് തൽക്കാലം മായ്ച്ചളയാം, അതിന്റെ ആവശ്യം നമുക്കില്ല. അതായത് 6:05 ആവുമ്പം മിനിറ്റ് സൂചി 1ന്റെ നേരെ നിൽക്കും. 6:40 ആവുമ്പം 6:5 മുതൽ 6:40 വരെ എന്നുവെച്ചാൽ ഇത്രയും സഞ്ചരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിങ്ങനെ സഞ്ചരിക്കും, ഇതിങ്ങനെ സഞ്ചരിച്ച് ഇതിങ്ങനെ നീങ്ങി പോവല്ലേ, ഇതിങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ വരും. ഈ ഏരിയ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്, ഇത് സഞ്ചരിച്ച ഏരിയ എന്നുവെച്ചാൽ ഇതൊരു സെക്ടറാണ്. സെക്ടർ. അപ്പൊ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ θ/360 × πr² ആണ്. ഇതാ ഒരു സെക്ടർ, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ θ/360 × πr². ഇവിടെ റേഡിയസ് r എന്ന് പറഞ്ഞാൽ ഈ മിനിറ്റ് സൂചിയുടെ നീളം.
മിനിറ്റ് സൂചിയുടെ നീളം 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഈ ആംഗിളാണ് തീറ്റ. അതുകൂടെ കിട്ടിയാൽ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കണം എന്ന് വെച്ചാൽ ഈ 1 ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ എത്രയാണ്? നമുക്കറിയാം 2 സംഖ്യകൾക്കിടയിലുള്ള ആംഗിൾ എപ്പോഴും 30 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെ എത്ര 30 ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. ഇവിടെ 30, 1, 2, 3, 4, 5, 6, 7, അങ്ങനെ 7 × 30 210 ഡിഗ്രിയാ യഥാർത്ഥത്തിൽ ഇതെന്ന് പറയുന്നത്. ഈ ആംഗിൾ 210 ഡിഗ്രി. തീറ്റ എന്ന് പറഞ്ഞാൽ 210 ഡിഗ്രിയാ. 30, 60, അങ്ങനെ 30, 1, 2, അടുത്ത 30, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ, 7, 30, 7 × 30 210. ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. തീറ്റ എന്ന് പറഞ്ഞാൽ 210 ഡിഗ്രി ബൈ 360 πr² ഇൻറ്റു ഈ നിങ്ങൾക്ക് 7ൻ്റെയൊക്കെ മൾട്ടിപ്പിളുകൾ കാണുവാണെങ്കിൽ പൈയുടെ വില 22/7 ഉപയോഗിക്കാനല്ലേ. ഇവിടെ 210 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ നിങ്ങൾ പൈയുടെ വില 22/7 എടുക്കുക. ഓക്കെ, പൈയുടെ വില 22/7 എടുക്കുക. എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. ഈ പൈയുടെ വില കൊടുക്കുന്നതിന് മുമ്പ് ഓപ്ഷനിൽ എവിടെയെങ്കിലും പൈ ഉണ്ടോ എന്ന് നോക്കണം. എങ്ങുമില്ല. എന്ന് വെച്ചാൽ അവർ പൈ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പൈയുടെ വില ഏത് ഉപയോഗിച്ച്? 3.14 ഉപയോഗിക്കാം, 22/7 ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിവിടെ 22/7 ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാര്യം എന്താണെന്ന് വെച്ചാൽ 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ കിടപ്പുണ്ട്, അതുകൊണ്ട്. ഇനി അടുത്ത പൈയുടെ വില 22/7 ഇൻറ്റു r². r എത്ര? റേഡിയസാ. എന്ന് വെച്ചാൽ ഈ മിനിറ്റ് സൂചിയുടെ നീളം 5. അപ്പോൾ 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ 5 × 5. ഇനി ഇത് കട്ട് ചെയ്താൽ മതി. ഈ 0 0യുടെ കട്ട് 7 21 കൂടെ കട്ട് ചെയ്യാം. 7നെ എന്തെങ്കിലും കൊണ്ട് ഗുണിച്ച് 21 കിട്ടുമോ? കിട്ടും, 3. ഓക്കെ, ഈ 3 36 കൂടെ കട്ട് ചെയ്യാം. 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടും? 12. ക്ലിയർ അല്ലേ? ഈ 12നെ 22നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് 11 6. അപ്പോൾ നമ്മുടെ ഉത്തരം 11 × 5 × 5. 11 × 5 × 5 ബൈ താഴെ 6. 5 × 5 25. 25 × 11. 25 × 11 275 എന്ന് കിട്ടും ബൈ 6. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ. 275/6 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 275നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6 4 24, ബാക്കി 3 5. ഓക്കെ, 6 5 30, ബാക്കി 5. ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കപ്പോൾ എന്തോ കിട്ടും? 275നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഹരണഫലമായിട്ട് എന്ത് കിട്ടി? 45. എന്നിട്ട് ഈ 5നെ 6 കൊണ്ട് ഹരിക്കുന്നതും കൂടെ വേണം. 5/6 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഉത്തരം. 45ഉം 5/6 സെന്റിമീറ്റർ സ്ക്വയർ. അതുകൊണ്ട് ഇവിടെ തന്നെ എടുപ്പുണ്ട്. 45 5/6 സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ എ. നാലാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എയിലെ പ്രസ്താവന നോക്കാം. അത് ശരിയോ തെറ്റോ എന്ന് നോക്കിയിട്ട് താഴോട്ട് വായിക്കാമേ. n ഒരു എണ്ണൽ സംഖ്യ ആയാൽ n³ - n എന്നത് 6 കൊണ്ട് ഹരിക്കാം. എന്ന് വെച്ചാൽ n ഒരു എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ 6 കൊണ്ട് ഹരിക്കുക എന്നാ പറയുന്നത്. നമുക്ക് n-ന് ഓരോ വില ഇട്ട് കൊടുത്താൽ പോരെ? ഏതെങ്കിലും ഇഷ്ടമുള്ള 1 2 വാല്യൂ ഇട്ട് കൊടുത്തിട്ട് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്ക്. അതായിരിക്കും ഏറ്റവും വൃത്തിയായിട്ടുള്ള വഴി കേട്ടോ. അപ്പോൾ n³ - n, ഈ n-ന്റെ സ്ഥാനത്തോട്ട് നമുക്കൊരു 3 വെച്ചു 5 വെച്ച് കൊടുക്കാം. 5. അപ്പോൾ ഈ n-ന്റെ സ്ഥാനത്ത് 5 ഇഷ്ടമുള്ളത് വെച്ച് കൊടുത്തു. അപ്പോൾ 5ന്റെ ക്യൂബ് -5. 5ന്റെ ക്യൂബ് 125. ഓക്കെ, -5 125 ന് 5 ആയാൽ 120. 120നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ? പറ്റും. വേണേൽ 4 ഇവിടെ വെച്ച് ചോദിക്കും. ഇപ്പം n-ന്റെ സ്ഥാനത്ത് 4 വെച്ച് കൊടുത്ത്. അപ്പം 4ന്റെ ക്യൂബ് -4. 4ന്റെ ക്യൂബ് എത്ര? 4ന്റെ ക്യൂബ് 64 -4. 64 ൽ 4 എത്ര? 60. 60നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതല്ലേ? ആണ്. ക്ലിയർ അല്ലേ? ഇനി 2 വെച്ചോട്. 2 n-ന്റെ സ്ഥാനത്ത് 2 വെച്ചോട്. ഇപ്പം 2ന്റെ ക്യൂബ് 8. 8 - 2. 2ന്റെ ക്യൂബ് 8. 8 - 2 6. 6 കൊണ്ട് ഹരിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ വാചകം ആൾറെഡി ശരിയാണ്. ഈ വാചകം ശരിയാണ്. ശരി. ഓക്കെ, ഈ വാചകം ശരിയാണ്. നമ്മുടെ ആവശ്യം തെറ്റായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന. അപ്പോൾ അത് നമ്മുടെ ഉത്തരവല്ല. വാചകം ശരിയാണ്. ഓക്കെ, n³ - n എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. n³ - n എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എപ്പോഴും 6ന്റെ ഗുണിതമായിരിക്കും. അങ്ങനെ പ്രത്യേകത ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് n, ഓപ്ഷൻ ബി വായിക്കുകയാണ്. n ഒരു എണ്ണൽ സംഖ്യ ആയാൽ 12n-ന്റെ ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. നമുക്ക് വരുമോ നോക്കാം. 12n-ന്റെ ഒറ്റയുടെ സ്ഥാനം
നിങ്ങൾ ആലോചിക്കണം 12n ഒറ്റയുടെ സ്ഥാനം എന്ന് പറയുന്നത് 12:1 12:2 ഒക്കെ ഒറ്റയുടെ സ്ഥാനം നിങ്ങളൊന്ന് വെരിഫിക്കേഷൻ ചെയ്താൽ മതി. ഈ പവറുകളുടെ ഒറ്റയുടെ സ്ഥാനം 4 എണ്ണം വെച്ച് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ 4 എണ്ണം കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 12:1 ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കണം. മീൻസ് 2:1 ഒറ്റയുടെ സ്ഥാനം നോക്കിയാൽ മതി. എത്ര? 2 ആണ്. 12:1 എന്ന് പറഞ്ഞാൽ 12. അതിന്റെ ഒറ്റയുടെ സ്ഥാനം 12ന്റെ ഒറ്റയുടെ സ്ഥാനം 2 അല്ലേ? 2. ഇനി നിങ്ങൾ 12:2 ഒറ്റയുടെ സ്ഥാനം കണ്ടെത്തണം. 12:2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2ന്റെ സ്ക്വയർ നോക്കിയാൽ മതി. 2ന്റെ സ്ക്വയർ 4. അതായിരിക്കും 2/12ന്റെ സ്ക്വയറിന്റെ ഒറ്റയുടെ സ്ഥാനം. നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ 12ന്റെ സ്ക്വയർ 144. അപ്പൊ ആ 144ന്റെ ഒറ്റയുടെ സ്ഥാനം 4. ഇനി 12:3 ഒറ്റയുടെ സ്ഥാനം 12:3 ഒറ്റയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബ് നോക്കിയാൽ മതി. 2ന്റെ ക്യൂബ് 8. അപ്പൊ 8 ആയിരിക്കും ഒറ്റയുടെ സ്ഥാനം. 12ന്റെ ക്യൂബ് നിങ്ങൾക്ക് അറിയാമോ? 1728. ഓക്കെ. ഇനി 12:4 ഒറ്റയുടെ സ്ഥാനം നോക്കാം. 12:4 ഒറ്റയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 2/4 നോക്കിയാൽ മതി. 16. 2/4 16. ആ ഒറ്റയുടെ സ്ഥാനം എടുത്താൽ മതി. 6. ഇനി ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. 12/5 ഒറ്റയുടെ സ്ഥാനം നിങ്ങൾ 2/5 ഒറ്റയുടെ സ്ഥാനം നോക്ക്. 32. ആ 2 ആയിരിക്കും. എന്നുവെച്ചാൽ ഈ 2 വീണ്ടും വരും. പിന്നെ ഈ 4 വരും. പിന്നെ ഈ 8 വരും. പിന്നെ ഈ 6 വരും. 2 4 8 6. ഈ 4 എണ്ണേ ഇനി 12ന്റെ ഏത് പവറിലും സംഭവിക്കത്തുള്ളൂ. നിങ്ങൾ 12/6 12/7 ഒക്കെ നോക്കിക്കോ. അപ്പൊ ഈ പവറുകളാണ് 4 സംഖ്യ. മാക്സിമം 4 എണ്ണത്തിൽ ഒരാളെ വരത്തുള്ളൂ. അപ്പൊ അതൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒറ്റയുടെ സ്ഥാനം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് 2 4 8 6 ഇതിലേതെങ്കിലും 12/n n ഏതോ ആരോ ആയിക്കൊള്ളട്ടെ, n 10 12 1000 10,000 ആയിക്കൊള്ളട്ടെ, ഈ 4 എണ്ണത്തിൽ ഒരാളെ വരത്തുള്ളൂ. അപ്പൊ ആ വാചകം തെറ്റല്ലേ? 12/n ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെ 5 വരാവുന്നതാണ്. ഇത് രണ്ടും വരത്തില്ല. 2 4 8 6 ഇതിലാരെങ്കിലും വരത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ വാചകം തെറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ഈ 2 വാചകം ശരിയാണോ എന്ന് നമുക്ക് വെറുതെ ഒന്ന് അന്വേഷിച്ചാലോ? ചുമ്മാ ഒന്ന് അന്വേഷിക്കാം. അപ്പം ഓപ്ഷൻ സി ഒന്ന് നോക്കിക്കാം. നമുക്ക് ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരുന്ന് ഇനി താഴത്തത് ശരിയാണോ എന്ന് അന്വേഷിക്കേണ്ട. മറ്റേത് കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ഈ ഓപ്ഷൻ ബിയിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴോട്ടുള്ളത് നോക്കാം. ഇത് രണ്ടും കൂടെ ശരിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതല്ലേ ഉള്ളൂ, അത് കറപ്പിക്കുക. അങ്ങനെ ഒരു സാധ്യതയ്ക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം താഴോട്ട് നോക്കാം. n ഒരൊറ്റ സംഖ്യ ആയാൽ n² - 1 എന്നതിനെ 8 കൊണ്ട് ഹരിക്കാം. n² - 1 നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. n ഒരൊറ്റ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ n-ന്റെ സ്ഥാനത്ത് ഒരു 5 ഇട്ടോട്. അപ്പൊ 5ന്റെ സ്ക്വയർ -1. 5ന്റെ സ്ക്വയർ 25. 25 - 1 24. 24നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ? പറ്റും. വേണേ വേറെണ്ണം കൂടി ഇട്ടോട്. n-ന്റെ സ്ഥാനത്ത് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. n ഒരൊറ്റ സംഖ്യ 7 ഇട്ടോട്. അപ്പൊ 7ന്റെ സ്ക്വയർ -1. 7ന്റെ സ്ക്വയർ 49. 49 നിന്ന് പോയാൽ 48. 48 8ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ ഈ വാചകം ശരിയാണ്. ശരിയാണ്. n ഒരൊറ്റ സംഖ്യ അല്ല, ഒരു ഒറ്റ സംഖ്യയുടെ വർഗം 4m + 1 എന്ന രൂപത്തിൽ എഴുതാം. എന്നുവെച്ചാൽ ഒരു ഒറ്റ സംഖ്യയുടെ വർഗം നിങ്ങൾ ആലോചിച്ച് നോക്കുക. 7ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 49. ഈ 49നെ 1 + 48 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഈ ഫോമിൽ എഴുതാൻ പറ്റുമോ നമുക്ക് ചെക്ക് ചെയ്താൽ പോരെ? ഈ ഫോമിൽ എഴുതാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചാൽ പോരെ? അപ്പൊ 1 പ്ലസ് വന്നിട്ടുണ്ട്. അപ്പൊ 48 + 1. ഈ 48 ഇനി ഒരു 4ന്റെ മൾട്ടിപ്പിൾ. ഈ കിടക്കുന്ന സാധനം ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. 48 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 4 × 12 + 1. ഇതാ m. 4m + 1 എഴുതാം. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് 7 ഇഷ്ടപ്പെട്ടില്ല, ഒരു 9 ഇട്ട് നോക്ക്. 9ന്റെ സ്ക്വയർ = 9ന്റെ സ്ക്വയർ 81. 81നെ നിങ്ങൾക്ക് 80 + 1 എന്ന് എഴുതാം. 80നെ നിങ്ങൾക്ക് 4 × ഒരു നമ്പർ 20 + 1 എന്ന് എഴുതാം. അപ്പൊ 4 × 20നെ നമുക്ക് m എന്ന് വിളിക്കാം. +1 4m + 1 എഴുതാൻ പറ്റത്തില്ലേ? പറ്റും. എന്നുവെച്ചാൽ ഏതൊരൊറ്റ സംഖ്യ നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. അതിന്റെ വർഗത്തെ ഈ ഫോമിൽ എഴുതാൻ പറ്റും. ശരിയാണ്. എന്നുവെച്ചാൽ തെറ്റായ വാചകം ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രേണി പൂർത്തീകരിക്കുക. നമുക്ക് ബി ജെ എഫ് ഇതിന്റെ എല്ലാം ആദ്യത്തക്കം മാത്രം നോക്കാം. ആദ്യത്തെ ലെറ്റർ. ബി രണ്ടാമത്തെ ലെറ്ററാ, ഇപ്പൊ 2 എടുത്ത്. ഡി 4ാമത്തെ ലെറ്ററാ, 4 എടുത്ത്. എഫ് 6ാമത്തെ ലെറ്ററാ, 6. എഫ് 6ാമത്തെ ലെറ്റർ എവിടെ നോക്കിക്കോ. എ ബി സി ഡി ഇ എഫ് 6ാമത്തെ ലെറ്റർ. എച്ച് എന്ന് പറഞ്ഞാൽ 8ാമത്തെ ലെറ്ററാ. അപ്പൊ 2 4 6 8. അപ്പൊ 10ാമത്തെ ലെറ്റർ ആര്? 10ാമത്തെ ലെറ്റർ ആര്? എച്ച് ഐ ജെ അല്ലേ? ജെ 10. ജെ 10 അല്ലേ? ആലോചിച്ച് നോക്ക്. എച്ച് എന്ന് പറഞ്ഞാൽ 8, ഐ 9, ജെ 10. ഇപ്പൊ ജെയിൽ തുടങ്ങുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പം അടുത്തത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പരിപാടി അങ്ങ് തീർക്കാം. ജെ 10ാമത്തെ ലെറ്ററാ, കെ 11ാമത്തെ ലെറ്ററാ, എം
13ാമത്തെ ലെറ്ററാ, പി 16ാമത്തെ ലെറ്ററാ. ഇതിനകത്ത് എന്തോ പ്രത്യേകത? 10 11 ഇതിനകത്തോട്ട് എത്തിയപ്പോ 1 കൂടി, 11 13 2 കൂടി, 13 16 3 കൂടി, 1 കോടി 2 കോടി 3 കോടി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ നേരത്ത് നമ്മൾ 1 കോടി 2 കോടി 3 കോടി 4 കൂട്ടണം. 16 + 4 20. 20ാമത്തെ ലെറ്റർ ആര്? ടി അല്ലേ? ടി ആണ് 20ാമത്തെ ലെറ്റർ. അപ്പൊ ജെ ടി, ജെ വന്നേക്കുന്ന ഈ ഓപ്ഷനേ ഉള്ളു. അപ്പൊ ജെ ടി, ഓപ്ഷൻ ഡി ഉത്തരം കിട്ടി. ഇനി അടുത്ത ജെ വന്നേക്കുന്ന ഇയാള് രണ്ടുപേരേ ഉള്ളു. ഇനി മൂന്നാമത്തെ ആളെ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, എന്നാണ്. ഏത് രീതി നോക്കിയാലും ഇനി എന്നായിരിക്കും, കാരണം ഇതിനകത്ത് തന്നെ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം, അതിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിന്റെ പരപ്പളവ് എന്ത്? അപ്പൊ 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു വൃത്തം, വൃത്തത്തിന്റെ 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരം, ആ സമചതുരത്തിന് അകത്ത് കൊള്ളാവുന്ന വൃത്തം ഇതായിരിക്കും. ഓക്കെ, ഇത്. അപ്പൊ ഇതിന്റെ ചുറ്റളവ്, സമചതുരത്തിന്റെ ചുറ്റളവ് അവർ തന്നിട്ടുണ്ട്. സമചതുരത്തിന്റെ ചുറ്റളവിന്റെ ഇക്വേഷൻ 4a ആണ്. അതാണ് അവർ 16 സെന്റിമീറ്റർ ചുറ്റളവ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ 16 സമചതുരത്തിന്റെ ചുറ്റളവ് 4a ആണ്. ചുറ്റളവ് a 4a, അതാണ് 16. അപ്പൊ a എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 16/4, 4 8. എന്നുവെച്ചാൽ ഈ വശത്തിന്റെ നീളം 4 ആണ്. ഈ വശത്തിന്റെ നീളം 4 ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതും 4 തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ വൃത്തത്തെ സംബന്ധിച്ചിടത്തോളം ഡയമീറ്റർ 4 ആയിരിക്കും, വ്യാസം. അപ്പൊ വൃത്തത്തിന്റെ വ്യാസം കിട്ടി. വ്യാസം എന്ന് പറയുന്ന ഡയമീറ്റർ 4 ആണ്. അങ്ങനെ റേഡിയസ് എത്ര ആയിരിക്കും? അതിന്റെ പകുതി 2 ആയിരിക്കും. നമുക്ക് ആ വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കേണ്ടത്. വൃത്തത്തിന്റെ പരപ്പളവ് എന്തുവാ? πr². പൈയുടെ വില അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റേഡിയസിനകത്ത് 7ന്റെ മൾട്ടിപ്പിൾ ഒന്നുമില്ല. അപ്പൊ പൈയുടെ വില 3.14 കൊടുക്കാം. കാരണം ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഡെസിമലിൽ നിൽക്കുന്നത് കാണാനും പറ്റും. ഇൻറ്റു r². r എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇപ്പൊ 2ന്റെ സ്ക്വയർ, 2 × 2. ഇപ്പൊ 2 × 2 4 ആണ്. ഇപ്പൊ 314 × 4 അടിക്കാം. 4 16 1, ഒരു 4 4 1 5, 4 3 12, 1256. ഡെസിമലിന് ശേഷം 2 സ്ഥാനം ഉണ്ടായിട്ട് വലത്തുനിന്ന് 2 സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്യാം. 12.56, ഓപ്ഷൻ സി. 7ാമത്തെ ചോദ്യം, 86 + 52 5, 61 + 72 8 ആയാൽ 81 + 72. ചുമ്മാ നോക്കാം. എന്തായാലും ഇത് രണ്ടും കൂടെ കൂട്ടി 5 കിട്ടത്തില്ല നമുക്കറിയാം. അപ്പൊ വേറെ എന്തോ പരിപാടിയാണ്. നിങ്ങൾ ഈ 8 6 തമ്മിലുള്ള വ്യത്യാസം ഇട്. 8 ന്ന് 6 കുറച്ചാൽ മതി, 2 കിട്ടും. 5 3 5 2 തമ്മിലുള്ള വ്യത്യാസം ഇട്. 5 ന്ന് 2 ഇറക്കി 3. ഇവ തമ്മിൽ കൂട്ട്, 2 + 3 5 കിട്ടും. ഓക്കെ, 6 3 തമ്മിലുള്ള വ്യത്യാസം ഇട്. 6 ന്ന് 3 കുറച്ചാൽ 3, 7 ന്ന് 2 കുറച്ചാൽ 5, 3 + 5 8. കിട്ടിയില്ലേ? അങ്ങനെയാണ് 8 ന്ന് 3 കുറയ്ക്കട്ടെ 5, 7 ന്ന് 2 കുറയ്ക്കട്ടെ 5, 5 5 കൂടെ കൂട്ടട്ടെ 10. അപ്പൊ 10 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ ബി. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ബോട്ട് മാസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ബോട്ട് മാസ്. ഇതിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കണം. ബ്രാക്കറ്റ് ഇല്ലാതാക്കണമെങ്കിൽ അതിന്റെ ഉൾഭാഗം ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റ് 2 എണ്ണം ഉണ്ട്, അതിനെ അകം ചെയ്യണം. അപ്പൊ 2 ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും അകത്തിരിക്കുന്ന ബ്രാക്കറ്റിനെ വേണം ആദ്യം ചെയ്യാൻ. എന്നുവെച്ചാൽ ഈ ബ്രാക്കറ്റ് ആദ്യം ഇല്ലാതാവണം. അപ്പൊ അതിനകത്തുള്ള കാൽക്കുലേഷൻ എല്ലാം നടത്തണം. അതിനുശേഷമേ പുറത്തോട്ട് ഇറങ്ങാവൂ. അപ്പൊ 34 മൈനസ് ഈ ബ്രാക്കറ്റ് അതേപടി ഇട്ട് 20/5 പ്ലസ് ഈ ബ്രാക്കറ്റ് ഇട്ട് ഇനി അതിനകം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കാൻ നേരത്ത് ഡിവിഷൻ ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഡിവിഷനാണ് ചെയ്യേണ്ടത്. അകലത്തെ കാൽക്കുലേഷന് പിന്നെ ഇതാ ഓപ്പറേഷൻസ്. ഇത്ര ഡിവിഷൻ ആദ്യം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ പോകണം. ആദ്യം ഡിവിഷൻ ചെയ്യണം. എന്നുവെച്ചാൽ ഈ ഡിവിഷൻ ആദ്യം ചെയ്യണം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഡിവിഷനുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ് ഈ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് കൊണ്ട് അതുകൂടെ വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം. അപ്പൊ ഈ 17 അങ്ങനെ തന്നെ എഴുതി, മൈനസ് 2 × 3 6 എഴുതി, പ്ലസ് 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും, -3. ഓക്കെ, ആ ബ്രാക്കറ്റ് കളയണമെങ്കിൽ അതിനകത്ത് ഒരു നമ്പർ എന്നുള്ള അവസ്ഥയിൽ എത്തേക്കണം. ഇനിയും കുറെ നമ്പർ കിടക്കുമല്ലേ. അപ്പൊ ആ കാൽക്കുലേഷൻ കൊണ്ട് ചെയ്യുമ്പോൾ പരിപാടിയും കഴിയും. ഇനി അഡീഷനും സബ്ട്രാക്ഷൻ വരപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം കേട്ടോ. 17 ന്ന് 6 പോയാൽ എത്ര? ഓർഡർ ചെയ്തങ്ങ് പോയാൽ മതി. 17 ന്ന് 6 പോയാൽ 11 പ്ലസ് ഈ 2 ആഡ് ചെയ്യാൻ നേരത്ത് 13, 13 ന്ന് 3 പോയാൽ 10. ഓക്കെ, സംഭവം മനസ്സിലായോ? 17 ന്ന് അല്ലെങ്കിൽ 17 × 2 19, 17 × 2 19, -3 -6 -9, 19 - 9 10.
ഓക്കെ, അപ്പൊ 34 മൈനസ് 20/5 പ്ലസ് ഇത് ഒറ്റ നമ്പർ ആക്കാൻ പോവാ, അപ്പൊ പിന്നെ ബ്രാക്കറ്റ് ആവശ്യമില്ല. 17 6 പോവാ 11 11 പ്ലസ് 2 13 13 3 പോയ 10, പിന്നെ വെളിയിൽ ഒരു 10 ഉണ്ട്. ഇനി ഈ ബ്രാക്കറ്റിനകം വേണം പിന്നെ ചെയ്യാൻ. ഈ ബ്രാക്കറ്റിനകത്ത് ഡിവിഷൻ കിടപ്പുണ്ട്, അപ്പൊ ആ ഡിവിഷൻ അങ്ങ് ചെയ്തോ. 34 മൈനസ് 20/5 20/5 4 അല്ലേ, 4 പ്ലസ് 10 പ്ലസ് 10. അപ്പൊ 34 മൈനസ് 10 10 24 24 34 24 പോയാ 10 ആൻസർ. അപ്പൊ ഫൈനൽ ആൻസർ 10. 10 10 24 24 34 മൈനസ് 24 10. ഓപ്ഷൻ എ. എക്സ് മൈനസ് 1/x = 3 ആയാൽ x⁴ പ്ലസ് 1/x⁴ വില എന്ത്? ഇത് പഠിക്കുന്നതിന് ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ കഥ അറിയണം. എക്സ് മൈനസ് 1/x = a ആണെങ്കിൽ x² പ്ലസ് 1/s² അറിയണം. x² പ്ലസ് 1/s². s² പ്ലസ് 1/s² എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ എടുക്കണം, എന്നിട്ടൊരു 2 കൂട്ടണം. ഓക്കെ, അപ്പൊ s² പ്ലസ് 1/s² a² പ്ലസ് 2 ആയിരിക്കും. പക്ഷെ ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ നമ്മളിവിടെ മൈനസ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. എക്സ് പ്ലസ് 1/x = a ആണെങ്കിൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ a² മൈനസ് 2 എന്ന് റിസൾട്ട്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് a² പ്ലസ് 2 എന്ന് റിസൾട്ട്. ഇതാ ഇതിന്റെ ഒരു റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്ന് ചെയ്തൂടെ. എക്സ് മൈനസ് 1/x 3 ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ x² പ്ലസ് 1/s² എന്ന് കണ്ടുപിടിക്കാം. s² പ്ലസ് 1/s². അതെന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്വയർ ചെയ്യണം, 3ന്റെ സ്ക്വയർ. എന്നിട്ട് ചോദ്യം നെഗറ്റീവ് ആയതുകൊണ്ട് ഒരു 2 ആഡ് ചെയ്യണം. അപ്പൊ 3ന്റെ സ്ക്വയർ 9 9 പ്ലസ് 2 11 എന്ന് കിട്ടും. 11. ഇത് ഉത്തരമല്ല, കാരണം s² പ്ലസ് 1/s² ആയിട്ടേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയട്ടെ. എക്സ് മൈനസ് 1/x = a ആയ s² പ്ലസ് 1/s² a² പ്ലസ് 2 ആണ്. അതേപോണക്ക് എക്സ് പ്ലസ് 1/x = a ആയ x² പ്ലസ് 1/x² എന്ന് പറഞ്ഞാൽ a² മൈനസ് 2 ആണ്. ഇവിടെ മൈനസ് വരുമ്പം പ്ലസ് 2 പ്ലസ് വരുമ്പം മൈനസ് 2. ഓക്കെ, ഈ റിസൾട്ട് ഒന്നുകൂടെ എഴുതാം. എക്സ് പ്ലസ് 1/x = a ആയ x² പ്ലസ് 1/x² ദാറ്റ് ഈസ് a² മൈനസ് 2 ആയിരിക്കും. ഒന്നുകൂടെ, എക്സ് പ്ലസ് 1/x a ആയ s² പ്ലസ് 1/s² a² മൈനസ് 2 ആയിരിക്കും. ഇനി ഇവിടെ ഒരു സ്ക്വയറാ കിടക്കുന്നതെന്ന് വെച്ചോ, ഇവിടെ സ്ക്വയറാ കിടക്കുന്നത്. അപ്പൊ അതിന്റെ സ്ക്വയർ ഇവിടെ കിടന്നാൽ മതി. s²ന്റെ സ്ക്വയർ എത്ര? x⁴. s²ന്റെ സ്ക്വയർ എത്ര? x⁴. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. s² പ്ലസ് 1/s² a ആയ x⁴ പ്ലസ് 1/x⁴ എന്ന് പറഞ്ഞാൽ a² മൈനസ് 2 തന്നെ ആയിരിക്കും. ഇവിടെ ഉള്ളതിന്റെ സ്ക്വയർ ആണോ ഇവിടെ എന്ന് നോക്കിയാൽ മതി. ഈ എക്സിന്റെ സ്ക്വയർ ആണോ ഇവിടെ എന്ന് നോക്കിയാൽ മതി. ഈ എക്സിന്റെ സ്ക്വയർ ആണ് ഇവിടെ കിടക്കുന്ന s². അപ്പൊ ഇവിടെ കിടക്കുന്ന s² ആണെങ്കിൽ s²ന്റെ സ്ക്വയർ ആണല്ലോ, s²ന്റെ സ്ക്വയർ അല്ലേ x⁴. അങ്ങനെ ഇതാ റിസൾട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എക്സ് മൈനസ് 1/x 3 ആണെങ്കിൽ s² പ്ലസ് 1/s² 11 ആണ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ ബാക്കി എക്സ് മൈനസ് 1/x 3 ആണ്, s² പ്ലസ് 1/s² 11 ആണ് കിട്ടി. ഇനി വീണ്ടും നിങ്ങൾ ആലോചിച്ച് നോക്കുക. s² പ്ലസ് 1/s² 11 ആണെങ്കിൽ x⁴ പ്ലസ് 1/x⁴ എത്ര? ഇതിന്റെ സ്ക്വയർ എടുക്കണം, എന്നിട്ട് 2 കുറയ്ക്കണം. അപ്പൊ 11ന്റെ സ്ക്വയർ 121. 2 കുറയ്ക്ക് 119. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ ഡി. അടുത്തത് പ്രോഗ്രസിന്റെ കോഡ് ഇതാണെങ്കിൽ വലിയ കോഡാണ്. കൈറ്റിന്റെ കോഡ് എന്താണെന്നാണ് ചോദ്യം. സിമ്പിൾ ആണ്, പക്ഷെ വലിയ സംഭവമാണെങ്കിലും ഇതിനകത്ത് ഒരു ലെറ്റർ, ഇത് കുറച്ച് ലെറ്റർ, ഇത് കൂടുതൽ ലെറ്റർ. എന്നതിനർത്ഥം ഇതിന് ഒരെണ്ണത്തിന് ഒന്നിൽ കൂടുതൽ കോഡ് കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പി ഇവിടെ കിടക്കുന്നത് ഓയും ക്യൂവാ. ഈ പിയോട് അടുത്ത് കിടക്കുന്ന സാധനം അല്ലേ അത്? ആണ്. പിയുടെ തൊട്ട് മുമ്പ് ഇരിക്കുന്ന ആര്യോ ഓ, പി കഴിഞ്ഞിട്ടുള്ള ആളാ ക്യൂ. അതാ അവര് പിക്ക് കോഡ് കൊടുത്തേക്കുന്ന ഓ ക്യൂ. മനസ്സിലായോ? ഈ ആറിന്റെ തൊട്ടിപ്പുറത്താരാ? പി ക്യൂ അല്ലേ? ക്യൂ ആർ പിന്നെ കഴിഞ്ഞ എസ്. അപ്പൊ ഈ ക്യൂ എസ് ഈ ആറിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഓയാ. ഈ ഓയുടെ കോഡ്, ഓയുടെ ഇടത്ത് സൈഡ് ആരാ? എൽ എം എൻ അല്ലേ? എൽ എം എൻ ഒ പി കണ്ട, എൻ പി നടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. അതായത് ഒരു ലെറ്ററിന്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് കിടക്കുന്ന ലെറ്ററാ യഥാർത്ഥത്തിൽ ഒരു കോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ കൈറ്റ് കെയുടെ ലെഫ്റ്റ് സൈഡിൽ ആര്? ജെ അല്ലേ? ജെ കെ എൽ അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? എ ബി സി ഡി എഫ് ജെ കെ
എൽ, ജെ കെ എൽ. അപ്പൊ ഈ കെയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കിടക്കുന്ന ആളാ നമ്മുടെ കോഡ് ജെ എൽ. ജെ എല്ലിൽ തുടങ്ങുന്ന ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനും തൽക്കാലം വിട്ടാം. എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ. ഓക്കെ, ഇനി യഥാർത്ഥത്തിൽ ഇത് രണ്ടുകൂടെ നോക്കുമ്പോൾ ജെ എൽ എച്ച് ജെ അടുത്തത് കറക്റ്റാ. അടുത്തത് പിടിച്ചാൽ നമുക്ക് കിട്ടും. എച്ച് ജെ രണ്ടിടത്ത് സെയിമാ. ഈ രണ്ട് ഓപ്ഷനും പോയി, ജെ എൽ തുടങ്ങാത്തോണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഐയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആളല്ലേ എച്ച് ഐ ജെ. ഇനി ടിയുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും കിടക്കുന്ന ആളെ നോക്കിയാൽ മതി. പി ക്യു ആർ എസ് ടി യു. ഇപ്പൊ ടിയുടെ ലെഫ്റ്റ് സൈഡ് ആരാ? എസ്. ടിയുടെ റൈറ്റ് സൈഡ് ആരാ? യു. അപ്പൊ എസ് യു. അപ്പൊ ജെ എൽ എച്ച് ജെ എസ് യു, ജെ എൽ എച്ച് ജെ എസ് യു. പക്ഷെ ഇവിടെ യു എസ് ആ, ഈ ഓപ്ഷന് വെട്ടി. ജെ എൽ എച്ച് ജെ എസ് യു. ഓക്കെ, അടുത്ത ഡി എഫ്. ഡി ഇ എഫ്. ഇയുടെ ലെഫ്റ്റ് സൈഡ് ഡി ഇ എഫ്. ഡി എഫ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.